മധുരമേറുന്നൊരാഘോഷം. എല്ലാ ഉത്സവങ്ങളും മധുരമാണ്. അപ്പോൾ മധുരം തന്നെ പ്രമേഹമായി വരുന്ന ഒരു ഉത്സവമായാലോ? അർജന്റീനയുടെ സംസ്കാരാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട മധുരത്തിൻ്റെ ആഴ്ച എന്നറിയപ്പെടുന്ന സെമീന ദ ലാ ദൂസർ അത്തരത്തിലാണ്. ഒരു വാണിജ്യതന്ത്രമായി ആരംഭിച്ചു. പിന്നീട് അർജന്റീനയുടെ ദേശീയ ഉത്സവമായി ഇത് പരിഗണിക്കുകയായിരുന്നു. 1989 സെമേന ദ ലാ ദൂസർ തുടങ്ങിയത്. അക്കാലത്ത് അർജന്റീന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും പണപ്പെരുപ്പിലൂടെയും കടന്നു പോകുകയായിരുന്നു. ഉപഭോക്താക്കളുടെ ക്രിയശേഷി കുറഞ്ഞതോടെ മധുരപലഹാര വിപണിയിൽ വലിയ മന്ദതയുണ്ടായി. ഈ പ്രതിസന്ധി മറികടക്കാൻ അർജന്റീനയിലെ പ്രമുഖ മിഠായി നിർമ്മാതാക്കളായ ആർക്കോർ, മിഠായി വിതരണക്കാരുടെ സംഘടനയായ IDGYA എന്നിവർ ചേർന്ന് ഒരു ന്യൂനത പ്രചരണത്തിന് രൂപമേകി. ഒരു മിഠായിക്ക് ഒരു ചുംബന, ഉന ഗൊലൂസിന പോർ ഉൻ ബെസ്കോ എന്ന ആവേശകരമായ മുദ്രാവാക്യത്തിലൂടെയാണ് ഈ പ്രചരണം ആരംഭിച്ചത്. വെറുമൊരു മധുരപലഹാരം വാങ്ങുന്നതിന് പകരം അത് സ്നേഹത്തിൻ്റെ അടയാളമായി മറ്റൊരാൾക്ക് നൽകുകയും പകരമൊരു ചുംബനം അല്ലെങ്കിൽ പുഞ്ചിരി സ്വീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ കാതൽ. ഈ ലളിതമായ ആശയം ജനങ്ങൾക്കിടയിൽ വലിയൊരളവിൽ സ്വീകരിക്കപ്പെടുകയും ആദ്യ വർഷം തന്നെ മിഠായി വിൽപ്പനയിൽ 20% വർധനവുണ്ടാകാനും കാരണമാവുകയും ചെയ്തു. തുടക്കത്തിൽ മിഠായി വിപണി ഉണർത്തുക എന്ന ലക്ഷ്യത്തിൽ മാത്രമായിരുന്നെങ്കിലും കാലക്രമേണ ഇത് അർജന്റീനക്കാരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. കമിതാക്കൾക്കിടയിൽ മാത്രമല്ല, സുഹൃത്തുക്കളിലും സഹപ്രവർത്തകരിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള സ്നേഹപ്രകടനമായി ഇത് വളർന്നു. സെമീന ദ ലാ ദൂസറിൽ പ്രധാനമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് അർജന്റീനയുടെ മിഠായികൾ തന്നെയായിരുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ചോളം ഈ വാരം വർഷത്തിൽ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന സമയമാണ്. പല കടകളിലും സൂപ്പർ മാർക്കറ്റിലും പ്രത്യേക ഡിസ്കൗണ്ടുകളിലും കോംബോ പാക്കുകളിലും അവതരിപ്പിക്കുന്നു. മിഠായി നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഈ വാരത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനുള്ള അവസരവുമായി ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റേഷൻ മീഡിയ കാലമെത്തിയതോടെ മധുരമേറിയ സന്ദേശങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമാകുന്നു. രാജ്യത്തിന് പുറമെ താമസിക്കുന്ന അർജന്റീനക്കാർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അർജന്റീനിയൻ മിഠായികൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ തുടങ്ങിയ ഒരു ചെറിയ പ്രചരണം ഇന്ന് ലോകമെമ്പാടുമുള്ള അർജന്റീനക്കാരെ നെഞ്ചിലേറ്റുന്ന ഒരു ആഘോഷമായി മാറിയത് തന്നെയാണ് വാസ്തവം. മധുരപലഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങൾ പുനർനിർമ്മിക്കാനും ഊട്ടിയുറപ്പിക്കാനും സാധിക്കുമെന്ന് ഈ ഉത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി.